Hello everyone. Today I would like to introduce a new paper for you, that is life skills. ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു പുതിയ പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ പേപ്പറിൻ്റെ കോഡ് വരുന്നത് B++183 എന്നുള്ളതാണ്. ഈ ഒരു ലൈഫ് സ്കിൽസ് എന്നുള്ള ഒരു പേപ്പറിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്കിൽസ് എന്നുള്ള പേപ്പറിൽ എത്ര യൂണിറ്റ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് 5 ബ്ലോക്കുകളിലായിട്ട് 17 യൂണിറ്റുകളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത്. ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നൈപുണ്യം എന്നുള്ള ഈ ഒരു പേപ്പർ പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ലേണേഴ്സിന് നമ്മുടെ ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളെ കുറിച്ചിട്ട് അറിവ് നൽകാനും, അല്ലെങ്കിൽ ആ ഒരു മേഖല ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ പരന്നു കിടക്കുകയാണ് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണോ? അല്ല അല്ലേ. ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ലേണേഴ്സിന് ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളെ കുറിച്ചിട്ട് അറിവ് നൽകുക, ആ ഒരു മേഖലയിൽ അവരുടെ അറിവ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈഫ് സ്കിൽസ് എന്നുള്ള ഈ ഒരു പേപ്പറിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. 5 ബ്ലോക്കുകളിലായിട്ട് 17 യൂണിറ്റുകളാണ് ഈ ഒരു ലൈഫ് സ്കിൽസ് എന്നുള്ള പേപ്പറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് സിവിക് അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിവിക് അവയർനെസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പ്രധാന ഉദ്ദേശമായി പറയുന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവബോധം ഈ ജനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിൻ്റെ ഇടയിൽ ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സിൻ്റെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരിലൊരു ബോധമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ളതാണ് എന്ത് ഈ ഒരു സിവിക് അവയർനെസ് എന്ന ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് മെയിൻലി 5 യൂണിറ്റ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടാവേണ്ട ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ടാണ്, മാനുഷിക മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയുന്നത് യൂണിറ്റ് 2 കുറിച്ചിട്ടാണ്. ഒരു പൗരൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമപ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത് യൂണിറ്റ് 2 ലീഗൽ അവയർനെസ് എന്ന യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത് ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട നിയമപ്രശ്നങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യുന്നത് ലീഗൽ അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ യൂണിറ്റ് 3 വരുമ്പോൾ അവിടെ പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായി റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള അടിയന്തര മെഡിക്കൽ സജ്ജീകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു 3rd യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് 4th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഡിസബിലിറ്റി നമ്മളിപ്പോൾ ഈ ഡിസബിലിറ്റി എന്നുള്ള ടേം നമ്മുടെ NEP 2020 പ്രകാരം നമുക്ക് പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ എന്ത് പറയാൻ പാടില്ല, അയാൾ അങ്ങനെ ഡിസേബിൾഡ് ആണ് എന്നുള്ള ഒരു ടേം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്, അവർ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു മേഖലയിൽ എന്തുണ്ട് ഒരു കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൻ്റെ അണ്ടറിൽ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ്, ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് 5 ടൈറ്റിൽ വരുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നാണ്. നമ്മുടെ ജെൻഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജെൻഡറിനെ കുറിച്ചിട്ട്, ദെൻ ജെൻഡർ പാരിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഫുള്ളായിട്ടും നമ്മൾ സെക്സ് എന്ന ടേമിന് പകരം ജെൻഡർ എന്നുള്ള ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ടേംസ് സെക്സ് ആൻഡ് ജെൻഡർ.
സെക്സ് എന്നും ജെൻഡർ എന്നും പറയുന്ന രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസും ഈ ഒരു യൂണിറ്റിൽ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലോക്ക് 2ലേക്ക് വരാം. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ഡേ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ ആയിട്ടുള്ള ഡിജിറ്റൽ സ്കില്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിജിറ്റൽ സ്കിൽസ് നമുക്ക് ഏവർക്കും അറിയാം, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് ഡേ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഒരു മേഖലയിലാണ്? ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് നമ്മുടെ ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ള ഈ ഒരു ബ്ലോക്കിൻ്റെ അണ്ടറിൽ വരുന്ന 4 യൂണിറ്റുകളിലും മെയിൻലി നമ്മുടെ ഡിജിറ്റൽ യുഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ലേണേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഡിജിറ്റൽ സ്കിൽസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് നമ്പർ 2. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും ദെൻ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സ്കിൽസിലും ദെൻ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പേഴ്സൺ വരുമ്പോൾ അവർക്ക് വരുന്ന കോമൺ ആയി വരുന്ന മിസ്റ്റേക്കുകൾ, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവിടുത്തെ സാധ്യതകൾ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ബ്ലോക്ക് 2ൻ്റെ അണ്ടറിലുള്ള യൂണിറ്റുകളിലെല്ലാം. ഇതുപോലെ തന്നെ നമ്മൾ സൈബർ സുരക്ഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച്, ഇവയെല്ലാം ബ്ലോക്ക് 2ൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദെൻ നമുക്ക് ബ്ലോക്ക് 3ലേക്ക് പോകാം. ഈ ഒരു ബ്ലോക്ക് 3യുടെ ടൈറ്റിൽ വരുന്നത് ഫിനാൻഷ്യൽ അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്, സാമ്പത്തിക സാക്ഷരത അല്ലേ, ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്. നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള ടേം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ്, നമ്മൾ ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. ഈ ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾക്ക് ചെയ്തു തരുന്ന, അവിടെ നടക്കുന്ന മേജർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ലെൻഡിങ് ടു ദി നീഡി പീപ്പിൾ അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് ഈ ഒരു അക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റുകൾ അവർക്ക് ആർക്ക് കൊടുക്കുന്നു? ഈ ഒരു നീഡി ആയിട്ടുള്ള ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ടും ഒരു ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളെ കുറിച്ചിട്ട്, ബാങ്ക്സിൻ്റെ ഫംഗ്ഷനെ കുറിച്ചിട്ട്, ഇവയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലോക്ക് 3യുടെ അണ്ടറിൽ വരുന്ന യൂണിറ്റ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബാങ്കിങ് ആൻഡ് ഫിനാൻസിനെ കുറിച്ച് പറയുന്നു. ദെൻ യൂണിറ്റ് 10ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻസിനെ കുറിച്ചിട്ട്. നമ്മൾ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ആപ്റ്റ് ഡിസിഷൻ, എപ്പോഴും ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത നോളജ് ആ ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബ്ലോക്ക് 3യുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് 3യുടെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ബ്ലോക്ക് 4ലേക്കാണ് പോവേണ്ടത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഗവേണൻസിനെ കുറിച്ച് പറയുന്നു. ദെൻ സിവിൽ റൈറ്റുകളെ കുറിച്ചിട്ട്, പൗരാവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ദെൻ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും ഈ ഒരു ബ്ലോക്ക് 4ൽ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് 4 അഡ്രസ്സ് ചെയ്യുന്നത് ഗവേണൻസ്, ദെൻ സിവിൽ റൈറ്റ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്, ഇവയാണ് നമ്മുടെ ബ്ലോക്ക് 4ൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ നമ്മുടെ ഭരണത്തെക്കുറിച്ചും ദെൻ നമ്മുടെ സിവിൽ റൈറ്റുകളെ കുറിച്ച്, പൗരൻ്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ദെൻ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നു. തന്നെ ഈ ഒരു യൂണിറ്റുകളിൽ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ഹെഡ്ലൈൻസ് ആയിട്ട് വരുന്നത് സർവീസസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, സർവീസസ് അറ്റ് ലോക്കൽ ലെവൽ ആൻഡ് സർവീസസ് അറ്റ് അതർ ഏജൻസീസ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും എങ്ങനെയാണ്
എങ്ങനെയൊക്കെയാണ് സേവനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ ഗവേണൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബ്ലോക്ക് 4 എന്ന് നമുക്കറിയാം. അപ്പോൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ലോക്കൽ ഏരിയാസ് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ബ്ലോക്ക് നമ്പർ 5, നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് നമ്പർ 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് നമ്മുടെ കരിയർ സ്കിൽസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കരിയർ സ്കിൽസ്, നമ്മുടെ കരിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് 5ൻ്റെ അണ്ടറിൽ ഉള്ള യൂണിറ്റുകളിൽ വരുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളെ സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ചാലഞ്ചസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ നമ്മളെ കരിയറിലെ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡയറക്റ്റ് പാത്ത് എന്ന പോലെ നമുക്ക് കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഈ ബ്ലോക്കിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കരിയർ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു ജോബിന് നമ്മൾ ആദ്യം എന്തുണ്ടാക്കണം, ഒരു CV ഉണ്ടാക്കണം അല്ലേ, ഒരു CV ഉണ്ടാക്കണം. അപ്പോൾ ഈ CV എന്ന് പറയുന്നത് എന്താണ് ഒരു CV, അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ എ CV, ഹൗ ടു പ്രിപ്പയർ ഫോർ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ടിപ്സ് എന്തെല്ലാമാണ്, എന്താണ് കവർ ലെറ്ററിൻ്റെ പ്രാധാന്യം തുടങ്ങി ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കരിയർ സ്കിൽസ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു ബ്ലോക്കിൽ പറയുന്നുണ്ട്. നമ്മളെ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ജോബിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ബ്ലോക്ക് 5ൽ പറയുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 5 ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ്. മെയിനായിട്ടും 5 ബ്ലോക്കാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഉള്ളത്. നമ്മുടെ ലൈഫ് സ്കിൽസ് എന്നുള്ള ജീവിത നൈപുണ്യം എന്ന് പറയുന്ന BSSS 183 എന്നുള്ള ഈ ഒരു പേപ്പറിൽ വരുന്നത് മെയിൻലി 5 ബ്ലോക്സ് ആണ്. 17 യൂണിറ്റ്സ് ഉണ്ട്. ഈ 17 യൂണിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പോലെ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.